മലബാറിലെ കർഷകരുടെ വിജയ ഇതിഹാസങ്ങളാണ് ഇത്തവണയും ഹരിതസുന്ദരം മാതൃകയാക്കുന്നത്. കണ്ണൂരിലെത്തിയാൽ കല്യാശ്ശേരിയിൽ വരണം. എന്തിനും ഏതിനും ഒരു കല്യാശ്ശേരി മോഡലുണ്ട്. അത് എന്നും എപ്പോഴും വിജയിച്ചിട്ടേ ഉള്ളൂ. വീട്ടുപറമ്പുകൾ അന്നം വിളയിച്ച് സ്വയം പര്യാപ്തമാക്കുവാൻ കല്യാശ്ശേരിയിലെ വീട്ടമ്മമാർക്ക് പ്രത്യേക ബിരുദുണ്ട്. സമഗ്ര പുരയിട കൃഷിയുടെ വിജയഗാഥകളാണ് എങ്ങും. നെല്ലും മീനും പൂവാലിയും പച്ചക്കറികളും ഒക്കെയായി സമഗ്ര പുരയിട കൃഷിയിൽ വിജയിച്ചു നിൽക്കുന്ന കല്യാശ്ശേരിയിലെ ഒരു വീട്ടമ്മയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എം ശ്രീമതി. കാണുക. കണ്ണൂർ കല്യാശ്ശേരി കേരളത്തെ ത്രസിപ്പിച്ച ഒത്തിരി മാതൃകകളുടെ ഭൂമിക. മാറ്റങ്ങൾക്ക് ഒരു മുഴം മുമ്പേ നടന്ന നാട്. ജനകീയ മുന്നേറ്റങ്ങൾ കാണണമെങ്കിൽ കല്യാശ്ശേരിയിൽ വരണം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. കല്യാശ്ശേരിയിലേക്ക് ഹരിതം സുന്ദരം കടന്നു ചെന്നു. കണ്ടഞ്ചിറ പാടശേഖരമെന്നാൽ ഒരു കൂട്ടം കർഷകരുടെ വേർപ്പുനീരണിഞ്ഞ മണ്ണാണ്. ചീരയും പയറും മത്തനും എന്നു വേണ്ട പച്ചക്കറികളുടെ വിളഭൂമിയാണ് കണ്ടഞ്ചിറ പാടശേഖരം. പാടശേഖരത്തിന്റെ ഓരം ചേർന്ന് ചിറ്റമ്മേൽ വീട്ടിൽ 59കാരി ശ്രീമതിയുണ്ട്. കല്യാശ്ശേരിയിലെ ഒന്നാം തരം കർഷക. ഭർത്താവ് ബാലനുമൊത്ത് അതിരാവിലെ പാടത്തേക്കിറങ്ങുന്നു ശ്രീമതി. കണ്ണൂർ ചൊവ്വ സ്പിന്നിംഗ് മില്ലിലെ തൊഴിലിൽ നിന്ന് സ്വയം വിരമിച്ച് ബാലൻ പാടത്തേക്കിറങ്ങിയത് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. ഭാര്യ ശ്രീമതി ഒപ്പം നിന്നാൽ കൃഷിയുടെ 70mm ക്യാൻവാസ് തീർക്കാൻ കഴിയും എന്നായിരുന്നു ബാലന്റെ കണക്കുകൂട്ടൽ. ശ്രീമതിയാകട്ടെ അത് തെറ്റിച്ചുമില്ല. കൃഷിയിൽ എന്തിനും ഏതിനും എപ്പോഴും വേണ്ട ഒന്നുണ്ട്: പൈക്കൾ. ചിറ്റമ്മൽ വീട്ടിലും ആ പതിവ് തെറ്റിച്ചില്ല. ഒന്നാം തരം പൂവാലികൾ 6 എണ്ണം വന്നു. ഹോൾസ്റ്റൈൻ ഫ്രീസിയനും ജേഴ്സിയും ഒക്കെയായി അവർ സസുഖം വാഴുന്നു. അവർക്ക് പാർക്കാൻ ഒന്നാം തരം സൗകര്യങ്ങളാണ് ചിറ്റമ്മൽ വീട്ടിലെ തൊഴുത്തിൽ ശ്രീമതി ഒരുക്കിക്കൊടുത്തത്. വെയിലിന്റെ വീറിനെ തടയാൻ ഓടിന്റെ മേൽക്കൂരയായിരുന്നു തിരഞ്ഞെടുത്തത്. തറയാകട്ടെ നന്നായി കോൺക്രീറ്റ് ചെയ്തു. അതിനു മുകളിൽ റബ്ബർ മാറ്റുകൾ ഇട്ടിരിക്കുന്നു. നിൽപ്പിൽ മെത്ത പോലത്തെ സുഖം. നല്ല വായുപ്രവാഹം അനായാസേന കയറി ഇറങ്ങത്തക്ക വണ്ണമാണ് തൊഴുത്തിന്റെ ഘടന. തീറ്റ നൽകാൻ പ്രത്യേകം തീറ്റത്തൊട്ടികൾ. വെള്ളം മോന്താനാകട്ടെ സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ. പൈക്കൾ കുറവെങ്കിലും വൃത്തിയും വെടുപ്പുമാണ് തൊഴുത്തിന്റെ പ്രത്യേകത. എല്ലാവർക്കും കൈക്കറവ തന്നെയാണ്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ശ്രീമതി. നന്നായി കഴുകി വൃത്തിയാക്കുന്നതോടെ അകിട് ഒരു ചുരത്തിന് എപ്പോഴും തയ്യാറാകും. പാടത്തെയും കരയിലെയും നെല്ലിന്റെ കറ്റകൾ പാലിന് കൊഴുപ്പ് കൂട്ടും എന്ന് ശ്രീമതിക്കറിയാം. അതുകൊണ്ട് തന്നെ മറ്റു തീറ്റയോടൊപ്പം കറ്റകൾ ആഹാരമാക്കും. കൊയ്ത്തു കഴിഞ്ഞാൽ ഒന്നൊന്നായി കൂട്ടിവെച്ചിരിക്കുന്ന കറ്റ ചിറ്റമ്മൽ വീട്ടിന് അലങ്കാരമാണ്. കാർഷിക സമൃദ്ധിയുടെ പ്രഭയാർന്നൊരു ഗതകാലം അത് ഓർമ്മപ്പെടുത്തും. പാൽ വിൽപ്പനയിലുമുണ്ട് ഒരു ശ്രീമതി ടച്ച്. പാൽ
നന്നായി അരിച്ച് പ്രത്യേകം പാത്രങ്ങളിലാക്കും. 2 വിഭജിക്കും. ഒന്ന് പ്രാദേശിക വിൽപ്പനയ്ക്കുള്ളതാണ്. മറ്റൊരു ഭാഗമാകട്ടെ പാറക്കടവ് ക്ഷീരസംഘത്തിലേക്കും. ക്ഷീരസംഘത്തിൽ നിന്നും 32 രൂപയോളം ലിറ്ററിന് ലഭിക്കുമെങ്കിലും പ്രാദേശിക വിപണനമാണ് മെച്ചം. പാൽവില 40 രൂപയോളം എത്തും. കൃഷിയുടെ സരണികൾ ഒന്നൊന്നായി കീഴടക്കുവാൻ ശ്രീമതി തയ്യാറായി. ശ്രീമതി, നമ്മളിപ്പോൾ കല്യാശ്ശേരി വന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ പാടത്തും പറമ്പൊന്നും കഷ്ടപ്പെടുകയാണെന്ന് നമുക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കൃഷിയൊക്കെ. എന്ത് തോന്നുന്നു? ഈ അഭിപ്രായം ശരിയാണോ? അഭിപ്രായം ശരി തന്നെയാണ്. പക്ഷേ ഇത് കുറഞ്ഞു വരുന്നിപ്പോൾ. പുതിയ തലമുറ ഇതിലേക്ക് വരുന്നില്ല. അതിൽ വിഷമമുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു, ചെറുപ്പകാലത്ത്? ഞാൻ വളരെ ചെറുതിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നെല്ലും കൂന് എൻ്റെ മേലെ പായിട്ടിട്ട് കിടന്നിട്ട് കണ്ട് വളർന്നൊരു ശീലമാണ്. അച്ചച്ചൻ പശുക്കളെ വളർത്തുന്നത് അങ്ങനെയെല്ലാം കണ്ട് വളർന്നതാണ്. വലിയൊരു തറവാടാണ്. കുറേ പശുക്കൾ, കുറേ മൂരികൾ, അങ്ങനെയുള്ള ഒരുപാട് കൈപ്പാട്, കരക്കണ്ടം, പച്ചക്കറി, അങ്ങനെയുള്ളൊരു വീടാണ് എൻ്റെ അമ്മേൻ്റെ വീട്. ആടെ ഞാൻ എല്ലാം കണ്ട് വളർന്നതാണ്. പക്ഷെ എൻ്റെ കൂടപ്പറപ്പുകൾ ആരും ഇതിലേക്ക് വന്നിട്ടില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് ഇതിലേക്ക് പ്രേരണ കൂടുതൽ തന്നതുകൊണ്ട് ഇതിലേക്ക് 42 വർഷമായി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പച്ചക്കറിയുണ്ട്, അതോടൊപ്പം തന്നെ ബ്രോയിലർ കോഴിയുണ്ട്, നല്ല ഒന്നാം തരം പശുക്കളുണ്ട്, നെല്ലിൻ്റെ കൃഷിയുണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നമുക്കൊരു പുറത്തേക്ക് കൈനീട്ടി നിൽക്കാത്ത ഒരു ആദായം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാണ്. ശരിക്കും ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിട്ട് 42 വർഷമായിട്ട് കൃഷി, പശു, പച്ചക്കറി, അതിലിടക്ക് കോഴി വളർത്തൽ എല്ലാം കൊണ്ട് സുഖസുന്ദരമായിട്ട് ജീവിതം നയിക്കുന്ന ഒരു കുടുംബമാണ് നമ്മളത്. ഈ കാര്യത്തിൽ വലിയ സംതൃപ്തിയുണ്ട്. നല്ല സംതൃപ്തിയുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു മേഖലയാണിത്. ഞങ്ങൾ വേറെ എന്ത് ജോലി ചെയ്താലും ഞങ്ങൾ ഇത്രയധികം ഒരു മനസ്സുഖം കിട്ടൂല ഞങ്ങൾക്ക്. ഒരു ദിവസം എത്രത്തോളം സമയം ഇതിനു വേണ്ടിയൊക്കെ ചിലവഴിക്കും? മുഴുവൻ സമയം എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ കഴിയില്ല, ഒരു മരിച്ചെടുത്ത് പോകാൻ കഴിയില്ല. ഞങ്ങളെല്ലാം ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വേണം ഞങ്ങൾ പോയിട്ട് വരണ്ടെങ്കിൽ. അതുകൊണ്ട് മുഴുവൻ സമയമൊന്നും പറയാം. പിന്നീട് വന്നത് ബ്രോയിലർ കോഴികളാണ്. വീടിന് സമീപം പ്രത്യേകം കൂടാരം തന്നെയാണ് ബ്രോയിലർ കോഴികൾക്കായി ശ്രീമതി ചിട്ടപ്പെടുത്തിയത്. രണ്ടാഴ്ചത്തെ ബ്രൂഡിങ്ങിനും തുടർന്ന് വിശാല വളർത്തലിനുമായി പ്രത്യേകം സ്ഥലങ്ങൾ. ബ്രൂഡിങ്ങിലാകട്ടെ ശാസ്ത്രീയത ഒട്ടും തെറ്റിച്ചില്ല. വൈദ്യുതി ബൾബിന്റെ ഇളംചൂട് മോന്താനായി ബെൻഗോബ് കോഴിക്കുഞ്ഞുങ്ങൾ താഴെയുണ്ട്. ഒരു കുഞ്ഞിന് 2 വാട്ട് കിട്ടത്തക്ക വിധത്തിലാണ് വൈദ്യുതി ബൾബുകളുടെ ക്രമീകരണം. നന്നായി വിരിച്ച ലിറ്ററിൽ അവ 2 ആഴ്ച ഇളം ചൂട് നുകരും. ഓരോ 40-ാം പക്കവും 650ഓളം ബ്രോയിലർ കോഴികളെ വിപണിയിലെത്തിക്കുക എന്ന തന്ത്രമാണ് ശ്രീമതി സ്വീകരിച്ചിരിക്കുന്നത്. കോഴികൾക്കാകട്ടെ പ്രോട്ടീൻ കൂടുതലുള്ള ബ്രോയിലർ തീറ്റയാണ് നൽകുന്നത്. സ്റ്റാർട്ടറും ഫിനിഷറുമായി അവ ദിനക്രമങ്ങൾ പങ്കുവയ്ക്കും. ഈ ബ്രോയിലർ കോഴിയുടെ ഒരു ലാഭം എങ്ങനെയാണ്? ബ്രോയിലർ കോഴി മോശമല്ല, നല്ല ഞങ്ങൾ തന്നെ വളർത്തി ഞങ്ങൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്. ഇവിടെ പ്രാദേശികമായിട്ട് ആവശ്യക്കാർ ഏറ്റവും നല്ല വൃത്തിയിൽ കൊടുക്കുന്നതുകൊണ്ട് വളരെ ദൂരത്തുനിന്ന് പോലും ഞങ്ങളടുത്ത് സാധനം വാങ്ങാൻ ആളെത്തുന്നുണ്ട്. ഞങ്ങൾക്ക് കൊടുത്തെത്തിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ പോറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ വളർത്തുന്ന കോഴീനെ കുറച്ചുകൂടെ കൊണ്ടുവരും. ബ്രോയിലർ കൂടാരങ്ങളിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അകലേക്ക് നോക്കിയാൽ കാണാം വിസ്തൃതമായ ഹരിതതീരം. എങ്ങും എവിടെയും പച്ചപ്പാണ് കണ്ടംചിറ പാടശേഖരത്തിന്. അതിൽ അല്പമൊന്ന് ചുമപ്പിക്കാൻ ചീര മാത്രമേ ഉള്ളൂ. ചീരത്തോട്ടം തേടി ഞങ്ങൾ നടന്നു. അരുണെന്ന ചുവന്ന ഇനത്തിനാണ് ഡിമാൻഡ് ഏറെ. കളപറിച്ച്
ചെറു ടില്ലറിന്റെ സഹായത്തോടെ കൃഷിസ്ഥലം ഉഴുതുമറിച്ചാണ് കണ്ടച്ചിറ പാടശേഖരത്തിലെ കൃഷി. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ചീരകൃഷി. ഒരു പറ നിലത്തിൽ 350 ഗ്രാം വിത്തും ഒരു പാട്ട കോഴിവളവും എന്നതാണ് കണക്ക്. നിരത്തിയ മണ്ണിലേക്ക് ഇത് കൈത്തഴക്കത്താൽ വിതറിയാൽ പിന്നെ ദിനവും നനയാണ്. കൈനന തന്നെ ചീരയ്ക്ക് നല്ലതെന്ന് ശ്രീമതിക്കറിയാം. ഒരു വിളവെടുക്കാൻ എപ്പോഴും പാകമാണ് ചീരപ്പാടം. ചീരയെ ബാധിക്കുന്ന കീടങ്ങൾക്ക് എല്ലാം ജൈവ പ്രതിവിധി മാത്രമേ ഉള്ളൂ ചിറ്റമ്മൽ വീട്ടിൽ. പുകയില തിളപ്പിച്ച് അരിച്ചുവറ്റിയതും വെളുത്തുള്ളി മിക്സിയിലടിച്ച് അരിച്ചെടുത്ത ചാറുമൊക്കെ തന്നെയാണ് പ്രതിവിധികൾ. നല്ല വെയിലടിക്കുന്ന കണ്ടഞ്ചിറം പാടശേഖരത്ത് 25-ാം പക്കം തന്നെ ചീര തണ്ടുറയ്ക്കും. ഇലവിടർത്തി തളിർത്തു പറിക്കാൻ പാകമായ ചീര നോക്കി നിൽക്കാൻ തന്നെ ചന്തമാണ്. പച്ചക്കറിയുടെ ഒരു വിളവ് ഇവിടെ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നു. ഉണ്ട്, വാങ്ങാനായിട്ട്. ജൈവ കൃഷി ആയതുകൊണ്ട് മെയിനായിട്ടും ചീരയാണ്. അത് ചീര എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 32 രൂപക്ക് കിലോക്ക്. പാവലോ? പാവല് 30 രൂപ. അത് സീസൺ പോലെ. ഇളവൻ കുമ്പളങ്ങ കടയിൽ കൊടുക്കുന്നതിലും 2 രൂപ കുറച്ചിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇളവൻ കുമ്പളങ്ങ മത്തനൊക്കെ 15 രൂപ. 15 രൂപ. അപ്പോൾ എന്നും നമ്മളിവിടെ ഇരുന്നാൽ മതി, എല്ലാ വാങ്ങാനായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു ആൾക്കാർ വരും. അങ്ങനെ ആൾക്കാർ കൊടുത്തെത്തിക്കാൻ കഴിയാത്തതാണ് ചീരയെല്ലാം. അല്ലാതെ ഞാൻ പിന്നെ മാർക്കറ്റിൽ കൊടുക്കും. കുമ്പളം പിന്നെ വെള്ളരിയെല്ലാം കൂടുതലുണ്ടാകുമ്പോൾ മാർക്കറ്റിലേക്ക് കൊടുക്കും. മണ്ണിൽ നിന്ന് ഊരിയെടുത്ത് നന്നായി കഴുകി 10 കിലോ വീതമുള്ള കെട്ടുകളാക്കിയാണ് വിൽപ്പന. 10 കിലോയുള്ള കെട്ടിന് 250 രൂപയിൽ കുറയാത്ത വില മാർക്കറ്റിൽ കിട്ടും. തണ്ടിന് കയ്യിലെ പെരുവിരൽ കനമുണ്ടെങ്കിൽ 100 തൈകൾ മതി 10 കിലോ എത്താൻ. പറിച്ചെടുക്കുന്നത് കൂടാതെ മുറിച്ചെടുത്ത് ചീരയുടെ വിളവെടുക്കുവാനും ശ്രീമതിക്ക് ബിരുദേറെ. വിത്തിനായി അല്പം നിലം എപ്പോഴും മാറ്റിവെച്ചിട്ടുണ്ട്. ചീരവിത്തെടുക്കാൻ ചെടി 3 മാസം മൂപ്പെത്തണം. ചീരപ്പാടത്തിന്റെ ഓരം പറ്റി നടന്നു. ഒരു ചെറുകൊട്ടയിൽ വിളവെടുത്ത് കയ്യിൽ വെക്കാൻ സുഖം. അരികിൽ ഒരു കരുനാരകം നിൽക്കുന്നു. കാണാൻ അത്ര കേമനല്ലെങ്കിലും വിളവിൽ അതികേമൻ. പയറാണ് കണ്ടച്ചിറ പാടശേഖരത്തിലെ മറ്റൊരു താരം. കാർഷിക സർവകലാശാലയുടെ ശാരീരിക പയറിന് വിളവെടുക്കാൻ 3 മാസം മതി. ഏതു കാലത്തും ഏതിടത്തും കൃഷി ചെയ്യാവുന്ന ഇനമാണ് പയർ. മഴക്കാല വിളയ്ക്ക് ജൂൺ മാസവും വേനൽ വിളയ്ക്ക് ജനുവരി മാസവുമാണ് ശ്രീമതി തിരഞ്ഞെടുക്കാറുള്ളത്. ശാരീരിക കൂടാതെ കുറ്റിപ്പയറും വള്ളിപ്പയറുമുണ്ട് കണ്ടച്ചിറയിൽ. പയറിനായി പ്രത്യേകം ഒരുക്കിയ കുഴികളിൽ 3 ചെടികൾ വീതമാണ് നടുന്നത്. നടുന്നതിന് മുമ്പ് നേർത്ത വിത്ത് പരിചരണവുമുണ്ട്. വള്ളികളുടെ തല നുള്ളിക്കളഞ്ഞ് വിളവ് വർദ്ധിപ്പിക്കുന്ന രീതിയും വള്ളിപ്പയറിന് പന്തലിട്ട് കൊടുക്കുന്ന രീതിയും കണ്ടച്ചിറയിൽ അനുവർത്തിക്കുന്നുണ്ട്. പൂവിടുന്ന സമയത്ത് എല്ലാ ദിവസവും നനയ്ക്കണം എന്നതാണ് പയറിന്റെ പ്രത്യേകത എന്ന് ശ്രീമതി പറയും. വെള്ളരിവർഗ വിളകളില്ലാതെ എന്തു പച്ചക്കറി കൃഷി? അതുകൊണ്ട് തന്നെ പാവലും പടവലവും വെള്ളരിയും തണ്ണിമത്തനും ചുരക്കയും കുമ്പളവുമൊക്കെ പാടത്ത് നിരന്നു കിടക്കും. വെള്ളരിക്ക് നിലത്ത് പടരാൻ അവസരമൊരുക്കും. മഴക്കാലത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കാം. തൊണ്ട്, വൈക്കോൽ, പച്ചിലവളം എന്നിവ ഉപയോഗിച്ച് പുതയിടും. 3 ദിവസത്തിലൊരിക്കൽ വെള്ളരി നനയ്ക്കണം. കല്യാശ്ശേരി കണ്ടഞ്ചിറയിലെ കണിവെള്ളരിക്ക് ആവശ്യക്കാരേറെയാണ്. രുചിയും ഗുണമേന്മയും കൂടുതലാണെന്ന ഖ്യാതി കല്യാശ്ശേരി പച്ചക്കറികൾക്കുണ്ട്. പച്ചക്കറിപ്പാടത്തിന്റെ ഓരം പറ്റി പുൽവിളകളാണ്. പൈക്കലുണ്ടെങ്കിൽ അനുബന്ധമായി തീറ്റപ്പുല്ലും വേണമെന്ന് ശ്രീമതിക്കറിയാം. CO3 പുല്ലിനങ്ങളാണ് ഏറെ. ഓരോ 40-ാം പക്കവും കൊയ്തെടുക്കാം. നിരനിരയായി നിൽക്കുന്ന തീറ്റപ്പുല്ലിന്റെ വൻമതിൽ പൂവാലികൾക്ക് കൂട്ടാണ്. നല്ല കൊയ്ത്തിനായി ഓരോ 40-ാം പക്കവും അവ നിന്നുകൊടുക്കും. പച്ചക്കറികൾക്കും വെള്ളരിവർഗ വിളകൾക്കും പുല്ലിനങ്ങൾക്കുമൊക്കെ കൂട്ടായി വളമെത്തിക്കുന്നത് തൊഴുത്തിൽ നിന്ന് തന്നെ. ചാണകം കോരിമാറ്റിയ ശേഷം തൊഴുത്തിൽ അവശിഷ്ടമായി വരുന്ന വളവും വെള്ളവും ഒഴുകിയെത്തുന്നത് PVC പൈപ്പുകളിലൂടെ പാടങ്ങളിലേക്കാണ്. ഇടയ്ക്കിടെ വെള്ളം കൂടി ചേരുമ്പോഴേക്കും അവ 1-ാം സ്ലറിയായി മാറും. മികച്ച വളവും പാടത്തിന്റെ ചൈതന്യവും പച്ചക്കറികളുടെ വിളവുമൊക്കെ സ്ലറിയെ ആശ്രയിച്ചാണെന്ന് ശ്രീമതി പറയും. നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ പരസ്പര പൂരകമാണ് കൃഷി. അതായത് പശുവിൽ നിന്നുള്ള ചാണകവും അതോടൊപ്പം തന്നെ തൊഴുത്ത് കഴുകുന്ന വെള്ളം, ഗോമൂത്രവ്യൊക്കെ തന്നെ. അതാണ് ഒന്നാമത് നഷ്ടമില്ല എന്ന് പറയുന്നത്. ഞങ്ങൾ പരസ്പര പൂരകമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഞങ്ങൾ നെല്ല് എടുക്കുമ്പോൾ അതിന് ഈ പശുവിൻ്റെ ചാണകം, പിന്നെ ഗോമൂത്രം എല്ലാം ഉപയോഗിച്ച് പച്ചക്കറിയായാലും നെൽകൃഷിയായാലും എല്ലാം ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. മറ്റു പുറമേ നിന്ന് വളങ്ങളൊന്നും വാങ്ങുന്നില്ല, രാസവളം ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പുല്ല് കിട്ടുന്നുണ്ട്.
അല്പം മധുരമില്ലാതെ മറ്റെന്തു കാര്യം? തേൻമധുരം ധനമധുരമാണ്. ചിറ്റമ്മൽ വീട്ടിൽ ചെറുതേനീച്ചകൾക്കും സ്ഥാനമുണ്ട്. യുഗാന്തരങ്ങളുടെ സുഹൃതമാണ് തേൻ. തേനിന്റെ ഔഷധഗുണവും ചൈതന്യവുമൊക്കെ ഇതിഹാസ തുല്യമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നതെന്ന് ശ്രീമതിക്കറിയാം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് തേനെടുപ്പ് കാലം. തേനീച്ചയ്ക്ക് ക്ഷാമകാലത്തെ ആഹാരം നിലനിർത്തി ഭാഗികമായി മാത്രമേ തേനെടുക്കൂ. കൂട് വിഭജിച്ച് ഒന്നിലധികം കൂടുകളാക്കുന്നതിനും റാണിയറകളുടെ കൂട് പ്രത്യേകം സൃഷ്ടിക്കുന്നതിനുമൊക്കെ ശ്രീമതിക്കും ബാലനും ബിരുദുണ്ട്. നെൽകൃഷിയിൽ ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്? കുറുവ, ഉമ്മ. നെല്ല് എങ്ങനെയുണ്ട്? പൊതുവെ ലാഭമാണോ? നെല്ലും നെൽകൃഷിയും ഞങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ലാഭമാണെന്ന് പറയാം. പിന്നെ ആൾക്കാരെ കൂട്ടിയിട്ട് ചെയ്താൽ നഷ്ടം തന്നെയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ 5 ടണ്ണ് നെല്ല് ഉണ്ടായിരുന്നു. 3.5 ടണ്ണ് സപ്ലൈക്കോന് കൊടുത്തു. പിന്നെ 2 ടണ്ണോളം പുറത്ത് അവലുമില്ലിന്. അങ്ങനെ കൊല്ലങ്ങളായിട്ട് ഞങ്ങളടുത്ത് സ്ഥിരമായിട്ട് നെല്ലിന് വരുന്ന ആൾക്കാരുണ്ട്, കുറച്ച് അവർക്കും കൊടുക്കും. അങ്ങനെ ഒരു 5-5.5 ടണ്ണ് നെല്ല് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം കുറച്ച് കുറവാണ്. ഞങ്ങൾ കൃഷി ഇട്ടത് കുറച്ച് കുറവാണ്. ഇപ്പോൾ എത്ര ഏക്കർ സ്ഥലമുണ്ട്? ഇപ്രാവശ്യം 2 ഏക്കർ ഇട്ടത്. ഇപ്പോൾ ഞാൻ നമ്മുടെ പ്രേക്ഷകർ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ചോദിക്കുക. കുറച്ചധികം സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ശ്രീമതി ഏത് കൃഷിയിലേക്കായിരിക്കും ഇനി തിരിയാൻ പോകുന്നത്? ഞാൻ മൊത്തം എല്ലാ കൃഷിയും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സമഗ്രമായി കൃഷിയാണ്. പയർ കൃഷിയുണ്ട്. പിന്നെ നെല്ല് കഴിഞ്ഞാൽ പയർ കൃഷി ചെയ്യും, പശുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കറി, നെല്ല്. പൂർണ്ണമായിട്ട് ഒരു വിളയിൽ ശ്രദ്ധിക്കുന്നില്ല, എല്ലാ വിളയും. എന്താ അതിൻ്റെ ഒരു ഗുണം എന്താ? എല്ലാ സാധനവും ഞങ്ങൾക്ക് തന്നെ ഇടാം. ഞങ്ങൾക്കൊന്നും അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല. പഴമായാലുണ്ട്, തേങ്ങയായാലുണ്ട്, അത് വെളിച്ചെണ്ണയാക്കുന്നു. പച്ചക്കറിയുണ്ട്, നെൽകൃഷിയുണ്ട്, പാലുണ്ട്, നെയ്യുണ്ട്, വെണ്ണയുണ്ട്. എല്ലാ സാധനവും ഞങ്ങൾ തന്നെ ഉപയോഗിച്ചിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ മക്കളെ ഇതിനെ കൊണ്ട് ആശ്രയിച്ചിട്ട് ജീവിക്കുന്നില്ല. ഞങ്ങൾ കയ്യിലെടുത്തോളം അങ്ങനെ പോകാമെന്ന് തന്നെ വിചാരിക്കുന്നു. കല്യാശ്ശേരിയിൽ വന്നാൽ കാര്യങ്ങൾ ഭദ്രമാണ്. കൈനിറയെ പച്ചക്കറികളോ കുടം നിറയെ പാലോ വീട്ടിൽ കൊണ്ടുപോകാം. ഇറച്ചിക്കോഴിയും മുട്ടയും തേനുമൊക്കെ ധാരാളം. ആർക്കും അന്നം നൽകുന്നൊരു വീടാണ് ചിറ്റമ്മൽ വീട്. ഒരു നേരത്തെ അന്നം മാത്രമല്ല, അന്നമുണ്ടാക്കാനുള്ള വഴികളും പറഞ്ഞു തരും. എല്ലാവർക്കും എല്ലാം പറഞ്ഞു നൽകി ഒരു സ്വയം സർവകലാശാലയായി മാറുമെങ്കിലും കൃഷിയുടെ കാര്യം വരുമ്പോൾ ഭൂമിയോളം വിനീതയാണ് ശ്രീമതി. അതിജീവനത്തിനുള്ള വഴികൾ സ്വയം തിരഞ്ഞെടുത്ത വിജയഗാഥയാണ് കല്യാശ്ശേരിയിലെ ശ്രീമതി. ആത്മസമർപ്പണത്തിൻ്റെയും പ്രതിബദ്ധതയുടെയും ഇഴചേരൽ അതിലുണ്ട്. അതാകട്ടെ കേരളത്തിലെ എല്ലാ വീട്ടമ്മമാർക്കും മഹനീയ മാതൃകയും. എല്ലാ ഭാവങ്ങളും നേരം. എന്നും എപ്പോഴും മികച്ചു നിൽക്കുന്ന 25 കാർഷിക സംരംഭങ്ങൾ ഉൾപ്പെടുത്തി രചിച്ച ജനപ്രിയ കൃഷികൾ എന്ന പുസ്തകം പ്രമുഖ ചലച്ചിത്ര നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. കേട്ടാൽ ആർക്കും കൊതി തോന്നുന്ന 25 ജനപ്രിയ കൃഷികളാണ് പുസ്തകത്തിന്റെ സംഗ്രഹം. ചീരയും കരിമീനും നെല്ലും പച്ചക്കറികളും മുല്ലയും മുന്തിരിയും തേനുമൊക്കെയായി എന്നും വരുമാനവും ആഹ്ലാദവും നൽകുന്ന കൃഷിരീതികളെക്കുറിച്ചുള്ള സമഗ്ര അറിവുകളാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. കൃഷി, മൃഗസംരക്ഷണ, ക്ഷീരവികസന, ഫിഷറീസ് രംഗത്തെ സർക്കാർ സഹായങ്ങളും പദ്ധതികളും ബന്ധപ്പെടേണ്ട മേൽവിലാസങ്ങളും പുസ്തകത്തിലുണ്ട്. കേരളം കാത്തിരിക്കുന്ന അനുകരണീയമായ കാർഷിക വിജയങ്ങളുടെ തന്ത്രങ്ങൾ ലളിതമായി അവതരിപ്പിക്കുന്ന ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ ഡി ഷൈൻകുമാറാണ്. കൗമുദി TV ഹരിതസുന്ദരം പ്രോഗ്രാമിന്റെ അവതാരകനും മൃഗസംരക്ഷണ വകുപ്പ് പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ ഷൈൻകുമാറിന്റെ 7ാമത്തെ പുസ്തകം കൂടിയാണിത്.